ആശങ്കകൾക്ക് അറുതി വരുത്തി സ്വർണ്ണവില താഴേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ്. നിലവിൽ ഒരു പവൻ സ്വർണത്തിന് 1,13,080 രൂപയാണ് വില. ഗ്രാമിന് 14,135 രൂപയാണ് നൽകേണ്ടത്. ഇന്നലെ 2 തവണയാണ് വിലയിൽ മാറ്റം രേഖപ്പെടുത്തിയത്. രാവിലെ 1,13,600 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വില ഇടിയുകയായിരുന്നു. വിപണിവില 1,13,080 രൂപയാണെങ്കിലും 3% GST, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, ഹോൾമാർക്ക് ചാർജ് എന്നീ ചാർജുകൾ ഈടാക്കിയാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 1,25,000 രൂപയോളമാണ് നൽകേണ്ടിവരുന്നത്. വെള്ളി വിലയിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമിന് 260 രൂപയും കിലോഗ്രാമിന് 2,60,000 രൂപയുമാണ് വില. അന്താരാഷ്ട്ര വിപണിയില് സ്വർണം ഔൺസിന് $4,918 താഴ്ന്നതാണ് കേരളത്തില് വില വീണ്ടും കുറയുന്നതിന് കാരണമായത്. തുടർച്ചയായ വർധനവിന് ശേഷം സ്വർണ്ണവില താഴേക്ക് പോകുന്നത് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്കും ആഭരണപ്രേമികൾക്കും ആശ്വാസമാണ്. വരും ദിവസങ്ങളിലും വിലയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെയും സ്വാധീനിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലെ സംഘർഷങ്ങളും ഭിന്നതകളും സ്വർണ്ണവിലയെ ബാധിക്കാറുണ്ട്. നിലവിൽ US-ഉം ഇസ്രയേലും ഇറാനുമായി സമവായത്തിനുള്ള ചർച്ചകൾക്കുള്ള സാധ്യതയാണ് സ്വർണ്ണവില താഴേക്ക് നീങ്ങാൻ കാരണമായത്. അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് മെച്ചപ്പെട്ടതും വിപണിയിലെ ലാഭമെടുപ്പും പൊന്നിന്റെ വില കുറയാൻ കാരണമായി. കൂടാതെ പുതുവത്സരം പ്രമാണിച്ച് ചൈനീസ് വിപണി ഈ മാസം 24 വരെ അടഞ്ഞുകിടക്കുമെന്ന റിപ്പോർട്ടുമുണ്ട്. ഈ സമയങ്ങളിൽ സ്വർണം വാങ്ങലുകളുണ്ടാവില്ല. ഇതും വില കുറയാൻ കാരണമാകും.